ഇതെത്ര കാലമായി നമ്മൾ ഈ മണിയൂർ റോഡ് കളി ഒരു പാർട്ടി അങ്ങനെ പറഞ്ഞ് തിരിയും മറ്റേലും ഇങ്ങനെ പറഞ്ഞ് തിരിയും. ഒരാൾ 10 എന്ന് പറയാം, മറ്റേ ആൾ 12. ഇത് നമ്മളെല്ലാം മരിക്കുന്നതിന് മുന്നേ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയേനു. വളവും നീരും എല്ലാം നീർന്നിട്ട് ഒന്ന് നല്ല റോഡിൽ ഒന്ന് കൂടി നടന്നിട്ട് മരിച്ചാൽ മതിയേനു. അത്രയും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഈ റോഡ് ഒന്ന് നന്നായി കിട്ടാൻ. വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാതയല്ല, നമ്മളൊരു പ്രാദേശിക റോഡാണ്. ഒരു സംസ്ഥാന പാതയിൽ നിന്ന് പോകുന്ന ഒരു മണിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന വലിയൊരു പഞ്ചായത്തിൻ്റെ ഒരു റോഡാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ കുറേയായിട്ട് നാട്ടുകാർ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത്. 40 വർഷമൊക്കെ ഒരു റോഡ് ടാർ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അല്ല, മണിയൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. പണിക്കോട്ട് ജംഗ്ഷൻ എന്ന് പറയും. ഈ ഒരു പണിക്കോട്ട് ജംഗ്ഷനിൽ ഈ ഒരു റോഡാണ്. ഇവിടെ റീടാറിങ്, നമ്മൾ ഫുൾ ടാറിങ് ചെയ്ത് പറയാൻ പറ്റില്ല, പാച്ച് വർക്ക് ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിലപ്പുറത്ത് ഇവിടെ ഒരു 40 വർഷം 35-40 വർഷത്തിനിടയിലായി നല്ലൊരു റബ്ബറൈസിങ്, ഫുൾ ടാറിങ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ട്. ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഒരു 500 മീറ്റർ റോഡിൽ അപ്പോഴത്തേക്ക് ഒരു 3 ടേണിങ് കഴിഞ്ഞു. അതായത് ഈ റോഡ് ഏകദേശം 50 എസും എല്ലും വളവ് ഉൾപ്പെടുന്ന ഒരു റോഡാണ് നമ്മൾ ഈ മണിയൂർ പഞ്ചായത്തിലെ ഈ ഒരു റോഡ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള റോഡ് ഇനി അവശേഷിപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപൂർവം റോഡുകളായിരിക്കും. അപ്പോൾ നമ്മൾ 3 ടേണിങ് 1/2 കിലോമീറ്ററിന് ആയില്ല, അപ്പോഴേക്കും ഒരു 10-400 മീറ്റർ ആകുമ്പോഴത്തേക്കും 3 ടേണിങ് കഴിഞ്ഞു. അടുത്ത് എല്ലാം കൂട്ടൻ ടേണിങ്ങുകളാണ്. എസ് ബെൻഡും അതോടൊപ്പം തന്നെ എൽ ബെൻഡും അത്തരത്തിലുള്ള യു ബെൻഡും W പോലത്തെ എക്സ് പോലത്തെ ഒരുപാട് ബെൻഡ്. ഇപ്പോൾ 2 ടേണിങ് ഇപ്പോൾ നമ്മൾ വീണ്ടും കഴിഞ്ഞു. അപ്പോൾ 5 ടേണിങ് ആയി. അടുത്ത ഒരു 100 മീറ്റർ ആകുമ്പോഴത്തേക്ക് മറ്റൊരു കൂട്ടൻ ടേണിങ് അതും കഴിഞ്ഞു. അപ്പോൾ എത്രയും 6 ടേണിങ് ആയി. പിന്നെ 7ാമത്തെ മറ്റൊരു ടേണിങ്. പിന്നെ അതേപോലെ തന്നെ ഈ റോഡ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു മൂരാട് പാലമൊക്കെ ബ്ലോക്കുള്ള സമയത്ത്, ഇപ്പോൾ മൂരാട് പാലം ബ്ലോക്കില്ല, എന്നാൽ ഹൈവേയിൽ കൊയിലാണ്ടി പയ്യോളി ഭാഗങ്ങളിൽ ഹൈവേയിൽ ബ്ലോക്കുള്ള സമയത്ത് ഈ റോഡിലൂടെ നമ്മൾ ലിമിറ്റഡ് ബസ്സുകൾ പോലും പിന്നെ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇത് നേരെ പയ്യോളിയിലേക്ക് വരെ നമുക്ക് കയറാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു റോഡാണ്. അടുത്ത വീണ്ടും ഒരു ടേണിങ്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു സൈഡിലും മാവും എല്ലാ മരങ്ങളും കൊണ്ട് ഒരു ബസ് പോകുമ്പോൾ സത്യത്തിൽ മുകളിൽ തട്ടുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രോൺ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. ഇപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ ആയില്ല, ഏകദേശം 10 ടേണിങ് ഇപ്പോൾ കഴിഞ്ഞു. 10 ടേണിങ്ങിൽ 12 ടേണിങ് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ടേണിങ് കൊണ്ടുള്ള അഭിഷേകം ഇവിടെ. ഇപ്പോൾ ഡ്രോണൊക്കെ പുറത്തു വന്നത് വലിയ ടാസ്ക്കാണ്. കാരണം അത്രയും മരങ്ങൾ, നമ്മളിപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ പറത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, റോഡ് കാണാൻ പറ്റില്ല. മരങ്ങളുടെ മുകളിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. അപ്പോൾ അത്തരത്തിൽ വളരെ ദുഷ്കരമായ യാത്രയാണ്. ശരിക്കും ഒരു തോണി പോലെയൊക്കെ ഉള്ള റോഡാണിത്. വണ്ടി ഇങ്ങനെ തുള്ളി ഇവിടെ നമ്മൾ പണിക്കോട്ടിൽ വന്ന് ഒരു എന്താ പറയുക, ടയറുമായിട്ട് നമ്മൾ മണിയൂരേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മണിയൂരെത്തുമ്പോഴത്തേക്ക് അത് മോരായി മാറിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് വെണ്ണ എല്ലാം നമുക്ക് കടഞ്ഞെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഭരണിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കീപ്പ് ചെയ്താൽ മാത്രം മതി. ഈ റോഡിലൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ തൈര്, മോരും വെണ്ണയൊക്കെ ആയിട്ട് വേർതിരിച്ച് കടഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കുണ്ടുകളും ഒക്കെ ഉള്ള ഒരു റോഡാണിത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കുണ്ടുകളാണ്. ഇതിപ്പോൾ 12 മീറ്ററെങ്കിലൊക്കെ ഈ റോഡ് വികസിപ്പിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. കുറേ ആയിട്ട് നമ്മൾ 10-30 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഭരിക്കുന്ന ഇപ്പം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ MLA-മാരൊക്കെ ഭൂരിപക്ഷം സമയം അവർ തന്നെയാണ്. അതിനിടയിൽ ഒരു 5 വർഷം മാത്രമാണ് മാറിയിട്ടുള്ളൂ. റോഡിന് ഇത്രയും ശോചനീയ അവസ്ഥ ഉണ്ടായിട്ട് അവരെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് വികസനം, നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന ആളുകളെ മാത്രമേ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 1-2 തവണ പരീക്ഷിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ അവരെ നമ്മൾ മാറ്റണം. മാറ്റാൻ തയ്യാറാകുന്ന മാറ്റത്തിന് നമ്മുടെ നാട് മാറ്റത്തിന് തയ്യാറാവാത്ത ആളുകളെ നമ്മളങ്ങ് മാറ്റണം. ഇവിടെയൊക്കെ കണ്ട കുണ്ടും കുഴിയും
നിറഞ്ഞ റോഡിൻ്റെ ഇതിലെ ഒരു എന്താ പറയുക, ഒരു കച്ചവട സ്ഥാപനങ്ങൾ പോലും നേരാൻ വണ്ണം ഇവിടെ നടന്നു പോകില്ല എന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത. മന്നത്തുകാവ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ മുന്നിലുള്ള നമ്മൾ ക്യാമറ പോലും നേരെ ആക്കൂല. ഒരു ക്യാമറ നമ്മൾ ഘടിപ്പിച്ച് വെച്ചാൽ അതുപോലും നേരെ ആക്കൂല. കാരണം ഇതിങ്ങനെ തുള്ളി 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 കളിക്കും. അതുമാതിരി തൊട്ടിൽ പോലെയുള്ള റോഡാണ്. അപ്പോൾ അടുത്ത ടേണിങ് ഉണ്ടോ, ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആധികാരികമായിട്ട് എന്തൊക്കെ പദ്ധതികൾ എവിടെയൊക്കെ വന്നിരുന്നു, എന്തൊക്കെ നടപ്പിലായി എന്നൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കും. ഇവിടെ എല്ലാം നിങ്ങൾ റോഡിലും മരങ്ങൾ കണ്ടോ. ഇവിടെ ഓഫീസുണ്ട്, എല്ലാവരും ഓഫീസ്, കോൺഗ്രസിൻ്റെ ഓഫീസ്, BJPയുടെ ഓഫീസ്, CPMൻ്റെ ഓഫീസ്, എല്ലാവരും ഓഫീസും നമ്മുടെ മണിയൂർ പഞ്ചായത്തിലുണ്ട്. പക്ഷെ ആരും ഈ റോഡിന് വേണ്ടിയിട്ടൊരു സമരമോ ഒരു എന്തെങ്കിലും അനിശ്ചിതകാല സമരമോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് പറയും. ഇനി നമുക്ക് കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ നാൾവഴികളിലേക്ക് അതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. 2001 ജനുവരി മാസം 12 വെള്ളിയാഴ്ച റോഡ് പുനരുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിയൂർ ഹൈസ്കൂളിൽ ഒരു അവലോകന യോഗം നടന്നു. യോഗത്തിൽ സൗജന്യമായി ഭൂമി വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. പക്ഷേ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 23/1/4 കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് MDRൽ മേജർ ഡിസ്ട്രിക്റ്റ് റോഡായിട്ട് പ്രഖ്യാപിച്ചു. പ്രസ്തുത റോഡ് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജില്ലാ പഞ്ചായത്തിന് കൈമാറി. 5/2012 PWD വീണ്ടും MDR റോഡായി പ്രഖ്യാപിച്ചു. 4/12/10 മണിയൂർ റോഡിലെ യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വീണ്ടും സർവകക്ഷി യോഗം നടന്നു. ലാൻഡ് അക്വസിഷൻ പ്രകാരം റോഡ് പുനരുദ്ധരിക്കാൻ തീരുമാനമായി. 2010 ഡിസംബറിൽ ചേർന്ന മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് ഭൂമി ഏറ്റെടുത്ത് ലാൻഡ് അക്വസിഷൻ നടത്തി വികസിപ്പിക്കാൻ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി അന്ന്. പിന്നെ 2010-2011 ബജറ്റിൽ 80 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടുത്തി. 2011-12 ബജറ്റിൽ 50 ലക്ഷം രൂപ വീണ്ടും ഉൾപ്പെടുത്തി. പിന്നെ 2003-2013 പ്രകാരം ലാൻഡ് അക്വസിഷൻ പദ്ധതിക്ക് വേണ്ടി 2 കോടി രൂപയുടെ ഭരണാനുമതി കിട്ടി. പിന്നെ 8,50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. എസ്റ്റിമേഷൻ സർക്കാർ അംഗീകരിച്ചു. 2013 പ്രവൃത്തിയുടെ ഇൻവെസ്റ്റിഗേഷൻ വർക്കിന് ടെൻഡർ വിളിച്ചു. ഇൻവെസ്റ്റിഗേഷൻ വർക്ക് ULCC ഏറ്റെടുത്തു. 2015 അലൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങി. 8/6/2015 കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് അത് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അത് കൊയിലാണ്ടി ലാൻഡ് അക്വസിഷൻ തഹസിൽദാർക്ക് കൈമാറി. തുടർന്ന് വ്യത്യസ്ത ദിവസങ്ങളിലായി തഹസിൽദാർമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തി. 2017 ജൂലൈ 20 സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ആദ്യഘട്ട സംഖ്യ എന്നോണം 1,55,42,000 രൂപ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. 2017-2018 കാലയളവിൽ നമ്മളിതിൻ്റെ ചരിത്രമാണ് പറഞ്ഞു പോകുന്നത്. കാലയളവിൽ ലാൻഡ് അക്വസിഷൻ റോഡ് പ്രൊജക്റ്റിന് വേണ്ടി 15 കോടി അനുവദിച്ചു. അതുപോലെ മാർച്ച് 2018 ലാൻഡ് അക്വസിഷൻ പ്രവൃത്തിയുടെ ഭരണാനുമതി അഡ്മിനിസ്ട്രേഷന് നൽകിക്കൊണ്ട് ഉത്തരവിറക്കി. തുടർന്ന് സാമൂഹിക പ്രത്യാഘാതത്തെ പഠനത്തെപ്പറ്റി ഉത്തരവിട്ടു. നോട്ടിഫിക്കേഷൻ ഗസറ്റിന് പ്രസിദ്ധീകരിച്ചു. ഗസറ്റ് നമ്പറിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. കോട്ടയത്തുള്ള ഒരു ഏജൻസിയായ SIA സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നതിന് ചുമതലയേൽപ്പിച്ചു.
മണിയൂർ ഹൈസ്കൂൾ, കുറുന്തോട് UP സ്കൂൾ എന്നിവിടങ്ങളിൽ സാമൂഹിക പ്രത്യാഘാത പഠനത്തിൻ്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നു. 2019 ഫെബ്രുവരി 6 റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. 2019 വർഷത്തിൽ തന്നെ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിൻ്റെ 11.695 കിലോമീറ്റർ അക്വസിഷൻ പ്രൊജക്റ്റ് ഫൈനൽ എസ്റ്റിമേഷൻ 83.43 കോടി കിഫ്ബിക്ക് സമർപ്പിച്ചു. ഇതിൽ 31 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്ഥലം നഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നഷ്ടപരിഹാര തുകയാണ്. തുടർന്ന് കലക്ടർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. റോഡിൻ്റെ ഇരുവശങ്ങളിലും 940 അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചു. 8,50,000 രൂപയ്ക്ക് ടെൻഡർ ഏറ്റെടുത്തുകൊണ്ട് 746 അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിലെ ലാൻഡ് അക്വസിഷൻ നടത്തി 12 മീറ്ററിൽ വികസിപ്പിക്കുന്നതിന് കിഫ്റ്റിയിൽ നിന്ന് 10 കോടി അനുവദിച്ചു. 2020 മാർച്ച് 20 കിഫ്ബി ഉദ്യോഗസ്ഥർ റോഡ് സെറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ടെക്നിക്കൽ അപ്രൈസർ സമർപ്പിച്ചു. 2021 ഫെബ്രുവരി 10 സ്ഥലമേറ്റെടുക്കാൻ നടപടികളുമായി ലാൻഡ് അക്വസിഷൻ മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഉത്തരവിറക്കി. 2023 നവംബർ 9 സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഏറ്റെടുക്കൽ നടപടികളെ സുപ്രധാന കടമ്പകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് കഴിഞ്ഞ 22 വർഷമായിട്ട് കുറേ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് സർക്കാർ ഓഫീസുകളിലെ പേപ്പർ വർക്കുകളും പഠനങ്ങളും മാത്രമാണ് നടന്നത് എന്ന് സാരം. 2025 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ ഓഗസ്റ്റ് മാസം 4 തീയതി എത്തി നിൽക്കുമ്പോഴും നമ്മുടെ റോഡിൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി നാട്ടുകാരുടെ അഭിപ്രായം കൂടി നമുക്ക് കേട്ടുനോക്കാം. ഇതെത്ര കാലമായി നമ്മൾ ഈ മണിയൂർ റോഡ് കളി ഒരു പാർട്ടി അങ്ങനെ പറഞ്ഞ് തിരിയും മറ്റേലും ഇങ്ങനെ പറഞ്ഞ് തിരിയും. ഒരാൾ 10 എന്ന് പറയാം, മറ്റേ ആൾ 12. ഇത് നമ്മളെ മരിക്കുന്നതിന് മുന്നേ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയേനു. വളവും നീരും എല്ലാം നീർന്നിട്ട് ഒന്ന് നല്ല റോഡിൽ ഒന്ന് കൂടി നടന്നിട്ട് മരിച്ചാൽ മതിയേനു. അത്രയും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഈ റോഡൊന്ന് നന്നായി കിട്ടാൻ. ഇവർ തമ്മിലുള്ള വാശി കൊണ്ട് ഇവിടെ മൊത്തം കൊളായി കിടക്കുക. ആകെ എല്ലാവരും ബുദ്ധിമുട്ടിയില്ല. എല്ലാവർക്കും റോഡ് വേണം, പക്ഷേ ആർക്കും സ്ഥലം കൊടുത്തുകൂടാ. ആർക്കും രാഷ്ട്രീയ കളിയാ, മൊത്തം രാഷ്ട്രീയ കളിയാ. ഉൾത്തറിയിട്ട് എത്ര കൊല്ലായി? 10 പേച്ച് വർക്കാ ഉള്ളൂ ഇവിടെ. പേച്ച് വർക്ക് 360 ദിവസം പൊട്ടിന് മരുന്ന് വെക്കല്. അല്ലാണ്ട് ഉള്ളു താരിങ്ങി കഴിഞ്ഞില്ല ഇപ്പോൾ അടുത്തൊന്നും. ഇതാ നമ്മളെ സ്ഥിതി. പണ്ടത്തെ കച്ചവടം പിന്നെ പൊതുവേ അബദ്ധം തന്നെയാണ്. റോഡില്ലാത്തത് കൊണ്ട് ഉണ്ട്, ഇല്ലാണ്ടൊന്നുമല്ല. റോഡില്ലാത്തതുകൊണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി. ഇവിടെ ആൾ മനുഷ്യനും ഇല്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടെല്ലാം ഒരുപാട് കച്ചവടം കുറവാണ്. പൊതുവേ കച്ചവടം കുറവാണെങ്കിലും ഇതുകൊണ്ട് തന്നെ റോഡില്ലാത്തതിൻ്റെ പേരിലും മറ്റേ മുടപ്പില വഴി ഈ വഴിയെല്ലാം നല്ല റോഡല്ലേ. ആ വഴിക്കൊക്കെ ജനങ്ങൾ പോകും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ വഴി പോകുന്ന ആളുകളൊന്നും സാധനം വാങ്ങാത്ത ആ വഴിക്കാണ് പോവുക. നമ്മൾ തന്നെ ഒരുപാട് കസ്റ്റമർ മുടപ്പില വഴിയാണ് പോകുന്നത്. കാരണം അത് നല്ല റോഡാണ്. ആ 10 10 5 5 അത് നല്ല റോഡാണ്. ഇതെന്താ ഇതിൻ്റെ മുകളിലത്തെ വടകരത്തുമ്പോഴേക്ക് ഊരേൻ്റെ നെട്ടും പോട്ട് കളയി പോകും. അത്രയും അപ്പൊ ഇതിനായിട്ടൊന്നും ഇവിടെ ആർക്കും ഒരാളും ഇല്ല. എല്ലാവർക്കും റോഡ് വേണം. ആർക്കും ഒന്നും എതിർത്ത് പറയുകയില്ല. ആ കോലത്തിലാണ്. മണിയൂർ പഞ്ചായത്തിൽ റോഡ് വികസനം വേണോ? റോഡിന് വികസനം ഇല്ല. ആറ് ചെയ്തിട്ട് എനിക്കൊന്ന് 10 രൂപ കൊല്ലായി. 20 മേലെയാക്കി ഉണ്ടാവും. വികസനം കുറവ് മണിയൂർ പഞ്ചായത്തിൽ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ MLA വന്നേരം ഞാൾ റെഡിയായി തരാമെന്ന് പറയും. ഇപ്രാവശ്യം ഇവർ വന്നേരം ഞാൾ റെഡിയായി തരുമെന്ന് പറയും. ഇത് തന്നെയാണ് സംഭവം. ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. 2 ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ഞാൾ നന്നായി തരാം, മറ്റോ നന്നായി തരാമെന്ന് പറയും. പിന്നെ കുറേയെല്ലാം റോഡ് നിറച്ചും പാർട്ടി ഓഫീസുകളാണ് റോഡ് വക്കിൽ. അത് തന്നെ അതാ സംഭവം. റോഡ് വികസനം തീരെയില്ല. ബസ്സെല്ലാം ഞെരുങ്ങിയിട്ടാണ് പോകുന്നത്. ബസ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അത്രയും കഷ്ടപ്പാടാണ് ബസ്സിന്. ബസ്സുകാരെ ഡ്രൈവർമാർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ബസ് പോകുന്നത് ഈ റൂട്ടിൽ. വലിയ വളവാ. വീതി എന്തായാലും കൂട്ടണം. ഈ വീതി പോരാ എന്തായാലും. പിന്നെ
കുണ്ടും കുഴി പതിയാരക്കര കുറച്ച് കുണ്ടുണ്ട്. ഇവിടെ പിന്നെ ഇതെങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. മൂലയിലെല്ലാം വളവല്ലേ ഒരുപാട്. 10-50 കൊല്ലമായി റോഡ് വന്നിട്ട്. 40 കൊല്ലത്തിന് ശേഷം ഇത് എപ്പോഴെങ്കിലും റിപ്പയർ ആക്കുമെന്നല്ലാണ്ട് ഇതുവരെ മാറ്റി ചെയ്തില്ല. ഇവിടെ വളവ് കൂടുതൽ വളവുകളുള്ളതുകൊണ്ട് 12 മീറ്റർ ആക്കിയാലും ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഉദ്ദേശം നമുക്കുള്ളത്. ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെ ഇവിടെയെല്ലാം വണ്ടിയെല്ലാം നുറുങ്ങിക്കൊണ്ടാണ് പോകുന്നത്. കുഴിയും കൊണ്ടുപോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പയർ ആക്കും. എനിക്കൊന്നും കാര്യമൊന്നും കാണുന്നില്ല. പിറ്റേന്ന് തന്നെ ഇങ്ങനെ കുഴിയും കൊണ്ടുപോയിരിക്കും. വേറെ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാർ, എല്ലാവരും കോൺഗ്രസിൻ്റെ പറയാൻ പറ്റില്ല. കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇതിൽ നിന്ന് കളിക്കുന്നുണ്ട് ഈ റോഡ് വരുന്നതിന്. ഒരു വിഭാഗം ഈ വരണം പറഞ്ഞിട്ട് ഇവിടുത്തെ കമ്മിറ്റിയിലും പ്രകടനത്തിലെല്ലാം ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു പ്രത്യേക ഒരു ഇതുണ്ടാക്കിയിട്ട് അതിന് പൊതുയോഗമെല്ലാം വെച്ചിന് വേണ്ടി അതെല്ലാം ക്യാൻസലാക്കിച്ചാൽ ഇവിടുന്ന്. എതിർ പാർട്ടി എന്ന് പറഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്തുള്ള ഒരു 10-15 ആൾക്കാർ ഓലാണ് ഇപ്പോൾ ഇത് കേസുമായിട്ട് കൊണ്ടുവന്നത് ഇവിടെ റോഡ് വരുന്നതിന്. അങ്ങനെയാണ് നമ്മളെ ഒരു അറിവ്. എത്രയും വേഗം റോഡ് വരുന്നതാണ് ഏറ്റവും നല്ലത്. 10 മീറ്റർ 10 മീറ്റർ 12 മീറ്റർ 12 മീറ്റർ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഹൈവേ ഒന്നുമല്ലല്ലോ ഇവിടെ വരുന്നത്. ഒരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം വേണം നമുക്ക്. ടേണിങ് ഒഴിവാക്കണം. ടേണിങ് കുറച്ച് എന്തായാലും ഇതാ ഇവിടെ മാർക്ക് ചെയ്തായിരുന്നു. 12 മീറ്റർ ടേണിങ് എന്തായാലും ഉണ്ടാവും. ബാക്കി 10 മീറ്റർ റോഡിൽ വന്ന് വാഹനത്തിന് പോകാൻ സുഖം. അപ്പോൾ ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.